വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. ഇന്ന് നമുക്കൊരു ലേറ്റ് വീഡിയോ ആണ്. ലേറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഞാനെടുത്ത വീഡിയോ ആണ്. ഞാൻ ഇതിനകത്ത് കിടന്നത് കണ്ടതേയില്ല. ഞാൻ മറന്നേ പോയി, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വീഡിയോ. അപ്പം എന്തായാലും ലേറ്റസ്റ്റ് വരുവേ, അങ്ങനെയുള്ളൂ. പിന്നെ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, പിന്നെ നമ്മുടെ ഒരു ട്രിവിയൻ ഫാമിലിയിലെ മിഥുൻ ലാലേട്ടനും, മിഥുൻലാൽ എന്നാലും ചേട്ടൻ്റെ പേര് നിതുൻലാൽ എന്നാണ്, നിതുൻലാൽ ഏട്ടനും ചേട്ടൻ്റെ വൈഫും കുഞ്ഞുമായിട്ടാണ് കേട്ടോ പോയത്. കുഞ്ഞിനെ മറ്റേ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു കുഞ്ഞിനെ മറ്റേ കൃഷ്ണൻ്റെയും രാധയുടെയും വേഷം കെട്ടിപ്പോയില്ലേ, അതിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് അത് അമ്പലത്തിനകത്ത് കയറിയതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കുഞ്ഞിനെ തൊഴാൻ കയറുന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ കേട്ടോ. ഇതുവരെ വളർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ് കേട്ടോ. അവർ മുന്നേ ഫ്രണ്ട്സാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവരെ അറിയാവുന്നത്. പക്ഷെ ഞാനും ചേച്ചിയും, അതായത് മിഥുൻലാലേൻ്റെ വൈഫും ഒരേ കോളേജിലാണ് പഠിച്ചത്, ഇടുക്കിയിൽ. വാട്ട് എ കോഇൻസിഡൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ കയറാൻ നേരത്ത് അവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർ നമ്മളെ വിളിച്ച് പായസം തന്നിട്ടാണ് കേട്ടോ വിട്ടത്. അങ്ങനെ നമ്മുടെ ഇസ് ബേബി പായസം കുടിക്കുന്നുണ്ടോ, കണ്ണൻ മറ്റേ വെണ്ണയൊക്കെ കുടിച്ചിട്ട് സൈഡിലത്രയും ചുണ്ടിലത്രയും ആകുന്ന ആ ഒരു ഫീലുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാനായിട്ട്. സുബേബി ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു കേട്ടോ. ഞാൻ കണ്ടു ഒരുപാട് കുഞ്ഞുങ്ങൾ കരയുന്ന നിലവിളിക്കുന്നതൊക്കെ കണ്ടു. കാരണം ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ചൂടല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സഫോക്കേഷനായിരിക്കും, ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട്. പക്ഷേ ഇസ് ബേബി നന്നായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. ഇസ് എല്ലാവരും നോക്കുമായിരുന്നു, എല്ലാവരെയും കാണുന്നുണ്ടായിരുന്നു, നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇസുവിനെ കൊണ്ട് തൊഴാൻ കയറി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിലോട്ട് കയറാൻ കുറച്ച് ലേറ്റായി. വേറൊന്നുമല്ല, ഇവർ രണ്ടുപേരും ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് ലേറ്റായി. ഇവർക്കാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും ഫ്രണ്ട്സുണ്ട്. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. നല്ല ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടെ ആയതുകൊണ്ട് ഈ ഒരു ഡേയിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വന്നിട്ട് തൊഴാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഏമണ്ടൻ ക്യൂ, വലിയൊരു ക്യൂ. നമ്മൾ പിന്നെ അത് കയറണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് കേട്ടോ മഞ്ചാടിയുണ്ട്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് മഞ്ചാടി വരച്ചു. ഈ മഞ്ചാടി വരുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കുസൃതി കൂടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് ഗുരുവായൂരാണ് കേട്ടോ. ഗുരുവായൂർ നമ്മൾ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ മഞ്ചാടി മരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മഞ്ചാടിയൊക്കെ പറക്കി വെച്ചിട്ട് ഗുരുവായൂർ കൊണ്ടുവന്നിടായിരുന്നു കേട്ടോ. എനിക്കതാണ് മഞ്ചാടി ആയിട്ടുള്ള കണക്ഷൻ. എന്താണ് കൃഷ്ണനും മഞ്ചാടി തമ്മിലുള്ള കണക്ഷൻ എന്നെനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നായാലും നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് വാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ കുഞ്ഞിലായാലും അങ്ങ് ആറാടി തുടങ്ങി. കുഞ്ഞിനെ അവൻ കളിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അപ്പോൾ ഇതൊക്കെ ആ കുഞ്ഞു പിന്നെ മഞ്ചാടിയൊക്കെ വാരി പുറത്തൊക്കെ ഇട്ട് ഭയങ്കര രസമായിട്ട് നിന്നു കേട്ടോ. കുഞ്ഞ് നോക്കുക, കുഞ്ഞിൻ്റെ അച്ഛൻ എന്താ കാണിക്കുന്നത് നോക്കുക. അങ്ങനെ നമ്മൾ കുഞ്ഞിനെ ഒരുപാട് നേരം അവിടെ നിർത്തി കുറച്ച് നേരം കളിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും ക്യൂവിൽ പോയി നിന്നത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കുന്നതെന്ന് ഇഷ്ടമില്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് ഒരു ഇറിറ്റേഷനൊക്കെ വരും. അങ്ങനെ നമ്മൾ നിന്ന് തൊഴുതതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇസു ബേബിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ഇസു ബേബി ഭയങ്കര അവിടുത്തെ പാട്ട് കേട്ടിട്ട് ഭയങ്കര ഡാൻസർ നമ്മൾ. അങ്ങനെ ഇസു ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് അവൻ കയ്യിലെടുത്ത് വെച്ച് കളിപ്പിച്ചു കേട്ടോ കുഞ്ഞിനെ. അവന് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്കും അവനും പെൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവർ കുറച്ചുകൂടി ക്യൂട്ട്, എനിക്ക് പെൺകുട്ടികളാട്ടോ കുറച്ചുകൂടി ക്യൂട്ടായിട്ട് അവർ കുറച്ചുകൂടി, എനിക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇടിയപ്പവും കടലക്കറിയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ കരമനയുള്ള കാനാപീനയിലോട്ട് വെച്ചിട്ട് അവിടെ പോയി നമ്മൾ ഓരോ ഷേക്കൊക്കെ കുടിച്ചു. ഞാൻ ഷേക്ക് കുടിച്ചില്ല, എനിക്ക് തൊണ്ടവേദനയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ ഫ്രം ആർ സ്റ്റോറി.